അല്ലല്ല, നമ്മളൊരു സ്ഥാനം ലഭിക്കുകയും ആ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ പാർട്ടി വിടുകയും ചെയ്യുന്നത് അന്തസ്സാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു നല്ല മാന്യനായ വ്യക്തിയാണ്, വളരെ നല്ല പെരുമാറ്റവും നല്ല സ്നേഹമുള്ള ആളാണ്. പക്ഷേ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തെ അദ്ദേഹം തള്ളിപ്പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും ഒരു ചീപ്പായിട്ട് പെരുമാറുന്ന ആളല്ല പ്രേംകുമാർ. അതേ, ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ഇത് ഡെമോക്രസിയാണ്. ഈ ഡെമോക്രസിയിൽ ഒരു തീരുമാനം ഇരുമ്പോലൊക്കെ അല്ല. അപ്പോൾ ചില തീരുമാനങ്ങൾ ചില സമയത്ത് എടുക്കും. ആ സാഹചര്യം മാറി ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ജനാധിപത്യ സർക്കാരുകൾ അതിൻ്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തും. അല്ലാതെ ജനാധിപത്യ സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനം ഇത് ഏകാധിപതിയുടെ ഭരണമല്ലല്ലോ. അപ്പോൾ LDF ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്തിട്ട് ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഭരിക്കാനാണ് ജനാധിപത്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ നിന്നിട്ടുള്ളൂ. ഇനി അങ്ങനെ നിൽക്കുകയുള്ളൂ. മാത്രമല്ല KPMS-ഉം NSS-ഉം SNDP-യും അടക്കമുള്ള സാമുദായിക സംഘടനകൾ അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാം ശബരിമലയിലെ ആചാരങ്ങളെങ്ങനെ പാടില്ല എന്നുള്ളതാണ്. ആചാരലംഘനം പാടില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. ആചാരലംഘനം പാടില്ല എന്ന്. അതിനകത്ത് നേരത്തെ എടുത്ത നിലപാടിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ തെറ്റുകൾ സംഭവിച്ചാൽ തിരുത്തുന്ന പാർട്ടിയാണ്. അല്ല അതിൽ കിടന്ന് തൂങ്ങിപ്പിടിച്ച് നാണക്കേടുണ്ടാക്കുന്ന ആളല്ല. ഞങ്ങൾ ജനാധിപത്യമാണ്. ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തും. അല്ല, മുന്നണിക്കുള്ളിൽ അങ്ങനെ ചർച്ചകൾ നടന്നിട്ടില്ല. അങ്ങനെ വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അടിയന്തര മുന്നണി യോഗം പിടിക്കും കൺവീനർ. അതനുസരിച്ച് നമ്മൾ ചെയ്യും. പക്ഷേ എന്നാലും ഒരു ധാരണയുണ്ട്, നമ്മൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഞങ്ങൾ ഭക്തജനങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഭക്തജനങ്ങൾക്കൊപ്പം. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. കാരണം അന്നൊരു ഇഷ്യൂ വന്നെങ്കിൽ ഒരു കോടതി വിധിയുടെ പുറത്ത് വന്ന ഇഷ്യൂ ആണ്. അതിനുശേഷം കഴിഞ്ഞ 5-6 വർഷത്തോളം കഴിയുകയാണ്. ആ കഴിയുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസുമില്ല. ശബരിമല വളരെ സ്മൂത്തായിട്ട് പോവുകയാണ്. അതിന് ആവശ്യമില്ലാത്ത പ്രതിപക്ഷവും BJP-യും മുതലെടുപ്പിന് ശ്രമിക്കാതിരുന്നാൽ മതി. ഇല്ല, ഈ വിഷയം കൊണ്ടാണെന്നൊന്നും നമ്മൾ വിലയിരുത്തിയിട്ടൊന്നുമില്ല. ഈ വിഷയമൊന്നുമല്ല. പക്ഷേ അത് ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ സാഹചര്യമാണ്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സാഹചര്യമല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. അതൊക്കെ മാറിയും തിരിഞ്ഞും വരും. കാരണം ഞങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ 1-ാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2-ാമത്തെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചാണ്? ആരെങ്കിലും വിചാരിച്ചാണ്? ഒരു LDF പിന്നെ UDF എന്ന് പറഞ്ഞ 2-ാം ഭരണം എന്നെ കിട്ടുന്ന പ്രതീക്ഷിച്ചല്ലോ. പക്ഷേ ജനങ്ങളുടെ ഉള്ളിൽ കേരളത്തെ നയിക്കാൻ കരുത്തുള്ള നേതാവ് പിണറായി വിജയനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ആരും വോട്ടിട്ട് നോക്കിക്കൂ. കേരളത്തെ നയിക്കാൻ, പിന്നെ വാചമടിക്കാനും കുറ്റം പറയാനും ഒക്കെ ആരെ കൊണ്ടും പറ്റും. പക്ഷെ നയിക്കാൻ ശക്തിയുള്ള കരുത്തുള്ള നേതാവ് നമ്മളെ ഒരു വികസനത്തിലേക്ക്, അതായത് വളരെ ചരിത്രപരമായ വികസനത്തേക്ക് കേരളത്തെ നയിച്ചാൽ, പവർക്കിട്ടില്ലാത്ത കേരളം, 4.5 ലക്ഷം ആൾക്കാർക്ക് പട്ടയം, ഇതെല്ലാം കൊടുക്കാൻ കഴിഞ്ഞ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭൂമിയില്ലാത്ത അനേകർക്ക് ഭൂമി സ്വന്തമായി. കാരണം 3.5 കോടി ജനമുള്ള സംസ്ഥാനത്ത് 4.5 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തു, സ്വന്തമായി ഭൂമി നൽകിയെന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. അതൊരു സർക്കാരിനെ ചെറുതായി കാണരുത്. അതൊക്കെ എടുത്ത് പറയൂ. അതൊക്കെയല്ലേ പ്രധാന കാര്യം. പട്ടയം കൊടുത്തു, എല്ലാ വില്ലേജ് ഓഫീസിൻ്റെ രേഖകളും നിമിഷം കൊണ്ട് കിട്ടുന്ന ഓൺലൈനിലേക്ക് കൊണ്ടുവന്നു, അഴിമതി കുറച്ചു. എല്ലാം അഴിമതി പൂർണ്ണമായി നിർത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അഴിമതി കുറച്ചു, പരിപൂർണ്ണമാണ്. 23 സർട്ടിഫിക്കറ്റുകൾ വളരെ വേഗത്തിൽ തടസ്സമില്ലാതെ ജനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ അഴിമതിയില്ലല്ലോ, സമയബന്ധിതമായി കിട്ടുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വലിയ നേട്ടങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. എല്ലാ എൻ്റെ നിയോജകമണ്ഡലത്തിൽ മാത്രം 55 സ്കൂളുകളാണ് പുതിയ ബഹുനില മന്ദിരം പണിതിരിക്കുന്നത് ഈ 10 വർഷത്തിനുള്ളിൽ. അപ്പോൾ മികച്ച നേട്ടമാണ്. കിഫ്ബിയിലൂടെ കോടാനുകോടി രൂപയുടെ റോഡുകൾ നിർമ്മിച്ചു. ഇപ്പോൾ ശബരി റെയിൽപാത വരുന്നു. അതിന് കിഫ്ബിയിൽ നിന്നാണ് പണം കൊടുക്കുന്നത്. സ്ഥലം എടുക്കാനായിട്ട് എത്രയോ കോടി രൂപ, 10,000-കണക്കിന് കോടി രൂപയാണ് സ്ഥലം എടുക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നല്ലൊരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ്. അതിനെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ശബരിമല, സ്വർണ്ണക്കൊള്ള എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വാജിവാഹനം എടുത്ത് കൊടുത്തവരും ഒക്കെ ഇതിനകത്ത് പെടുമല്ലോ. ഒരു പാർട്ടിക്കാർ മാത്രമാണ്. ചില ആളുകൾ ചക്കരക്കുടത്തിൽ കൈയിടുന്നു, അത് നക്കുന്നു. അത് നമ്മളെ കുഴപ്പം കൊണ്ടല്ല. അതിൻ്റെ പാർട്ടി എന്ത് ചെയ്തു, മുന്നണി എന്ത് ചെയ്തു? ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കുന്നവൻ അനുഭവിക്കും, അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മളെന്താ, കുറ്റം ചെയ്തിട്ടുള്ളവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാണ് നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥയുള്ളത്. അതിൽ ഒരു വീഴ്ചയും LDF സർക്കാർ വരുത്തിയിട്ടില്ല. അല്ലല്ല, നമ്മളൊരു സ്ഥാനം ലഭിക്കുകയും ആ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ പാർട്ടി വിടുകയും ചെയ്യുന്നത് അന്തസ്സാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു നല്ല മാന്യനായ വ്യക്തിയാണ്, വളരെ നല്ല പെരുമാറ്റവും നല്ല സ്നേഹമുള്ള ആളാണ്. പക്ഷേ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തെ അദ്ദേഹം തള്ളിപ്പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും ഒരു ചീപ്പായിട്ട് പെരുമാറുന്ന ആളല്ല പ്രേംകുമാർ.
സംസ്കാര സാധ്യതയിൽ പങ്കെടുക്കാം. അതിനൊരു സാംസ്കാരിക സംഘടന ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവരുടെ തീരുമാനം അവരല്ലേ എടുക്കേണ്ടത്. ഞാൻ പ്രേംകുമാർ ഇങ്ങനെ തീരുമാനിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന പ്രേംകുമാർ ഒരു ചെറിയ സ്ഥാനമാനത്തിന് വേണ്ടി, അതും ഒരു ചെറിയൊരു സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട്, അത് രഞ്ജിത്ത് ഒഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തിന് ചുമതല നൽകി. ആ ചുമതല അദ്ദേഹം നന്നായി നിർവഹിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരാൾ അത് ആ ടേം കഴിഞ്ഞപ്പോൾ റസൂൽ പൂക്കുട്ടിയെ പോലെ ഒരു ഇൻ്റർനാഷണൽ ഫിഗറിനെ അതിൻ്റെ പ്രസിഡൻ്റാക്കി. അതൊരു തെറ്റല്ലല്ലോ. റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഇൻ്റർനാഷണലി അംഗീകാരം നേടിയ, ഓസ്കാർ നേടിയ മലയാളിയാണ്. അദ്ദേഹം ഒരു കുറവുള്ള ആളല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പകരം വെച്ചു. ആ ടേം കഴിഞ്ഞു, ആ ടേമിൻ്റെ കാലാവധി കഴിഞ്ഞു, വെച്ചപ്പോൾ പിന്നെ അദ്ദേഹം പിണങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുവേണ്ടി പിണങ്ങുന്നെങ്കിൽ ഷെയ്മല്ലേ, മോശമല്ലേ? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ പിണങ്ങുന്ന ആളാണ് പ്രേംകുമാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപകടത്തിനിടയാക്കിയ വാഹനം ഓടിച്ചത് 81 വയസ്സുകാരനാണ് എന്നുള്ളതാണ് അപ്പം ഈ നമ്മളുടെ സംസ്ഥാനത്ത് ഒരു പ്രായപരിധി നിശ്ചയിക്കേണ്ടത് അതായത് ഒരു 80 വയസ്സിൽ കൂടുതൽ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറയുന്നത് അല്ല, അത് ചെയ്യേണ്ടതാണ്. എല്ലാ രാജ്യത്തും ഉണ്ട്, ഇവിടെയും ചെയ്യേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് വിചാരിച്ചത്. നമ്മൾ നല്ലൊരു ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ദ്രോഹിക്കുക എന്നാണ് പറഞ്ഞു. പക്ഷേ നല്ല ലൈസൻസ് കൊടുത്തുകൊണ്ട് ഒരുപാട് അപകടം കുറഞ്ഞിട്ടുണ്ട്. KSRTCയുടെ മേജർ ആക്സിഡൻറ്റ് തന്നെ 360-380 വരെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. 157ലേക്ക് താന്നു മേജർ ആക്സിഡൻസിൻ്റെ എണ്ണം. മേജർ ആക്സിഡൻസ് പറയുമ്പോൾ കോടികളാണ് നഷ്ടം വരുന്നത്. വണ്ടിയുടെ അത് നിജപ്പെടുത്തണം. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട്, നിയമത്തിൽ പറയുന്നുണ്ട് ആരോഗ്യത്തിൽ ഫിറ്റായിരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ണ് മാത്രമേ പരിശോധിക്കാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആരോഗ്യപരമായി ആൾ ഫിറ്റാണ്, മെമ്മറിയൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ ഉള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ വൺസ് എനിക്ക് ലൈസൻസ് കിട്ടി, എനിക്ക് ആരും അറിയുന്നില്ല, എനിക്ക് അൽഷിമേഴ്സ് വന്നു നോക്കൂ, ഞാൻ വണ്ടിയെടുത്ത് വെച്ച് ഓടിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഫുള്ളി ഫിറ്റായിരിക്കണമെന്നാണ്, ബോഡി ഫുള്ളി ഫിറ്റായിരിക്കണമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. കണ്ണ് മാത്രമല്ല. അല്ല, അതിനെപ്പറ്റി ആലോചിക്കണം. ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആലോചിച്ചിട്ട് ഇത് അതിൻ്റെ കാര്യം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല, കണ്ണിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ ചോദിക്കും. അതും വ്യാജ സർട്ടിഫിക്കറ്റാണ്. ഈ ഒപ്പ് ഇട്ടങ്ങ് കൊടുക്കണം ചില ഡോക്ടർമാർ. അതുകൊണ്ട് ഒരു മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ ഐ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അദ്ദേഹം തന്നെ നേരിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പോകാൻ. അപ്പോൾ ഈ കണ്ണ് പരിശോധിച്ച സർട്ടിഫിക്കറ്റ് തന്നെ കള്ളത്തരത്തിൽ കൊടുക്കുകയാണ്, അടിച്ചങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡോക്ടർ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഒരു സംവിധാനം വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. അത് നമ്മൾ കൊണ്ടുവരാൻ പോകാൻ. ഡോക്ടർ തന്നെ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ എൻ്റെ കണ്ണ് പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് പരിശോധിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് അദ്ദേഹം വാഹൻ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ എൻ്റെ ലൈസൻസ് വാലിഡ് ആവൂ. ഗൾഫിലൊക്കെ അങ്ങനെയാണ്. കണ്ണ് പരിശോധിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് അവർ തന്നെ അപ്ലോഡ് ചെയ്യും. അടുത്ത സെക്കൻഡ് നമുക്ക് ലൈസൻസ് കിട്ടും. അത് പരിശോധിക്കും. ഫിസിക്കലി ഫിറ്റായിരിക്കണം. പത്തനാപുരത്ത് തന്നെ മത്സരിക്കുമല്ലോ. 25 വർഷമായിട്ട് ഞാനവിടെ മത്സരിക്കില്ല. എൻ്റെ ജനങ്ങളെ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. നേരത്തെ ഈ നടുകടലിൽ ഒരു കപ്പലിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേ ഈ നടുകടലിലേക്ക് എടുത്ത് ചാടാൻ ആരെങ്കിലും മണ്ടന്മാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ മുങ്ങിച്ചാവുകയല്ല വേറെ മാർഗ്ഗം എന്താണ്? ഇതെങ്ങോട്ടാണ് ചാടുന്നത്? കോൺഗ്രസ്സിലും ഉള്ളവർക്കേ അവസരമില്ലാത്ത കോൺഗ്രസ്സിലും എന്തവസരം കാത്തിട്ടാണ് ചാടുന്നത്? നടുകടലിൽ ചാടിയാൽ എന്തായിരിക്കും ഫലം എന്ന് അവരവരാലോചിക്കുക. അത് ഈ പറഞ്ഞതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്ഥാനം പോകുമ്പോൾ വിഷമം വരുന്നവർ കാണും. അങ്ങനെയുള്ളവരാണല്ലോ പോകുന്നത്. സ്ഥാനം വന്ന എല്ലാ സ്ഥാനവും CPM പാർട്ടിയും LDFും കൊടുക്കാവുന്ന എല്ലാ MLA സ്ഥാനങ്ങളും മറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങളും ഒക്കെ കിട്ടിയതിന് ശേഷവും പെട്ടെന്നൊരു ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജി പോലും വയ്ക്കാതെ മറ്റേ പാളയത്ത് പോയി കയറുന്നത്, അവരുടെ പന്തലിലോട്ട് എന്ന് കയറുന്ന മര്യാദകൾ കാണിക്കുന്നവർ കാണും. ഇത് പൊതുവിൽ ഇടതുപക്ഷത്തുള്ളവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളവരൊക്കെ ഒരു ആദർശമുള്ളവരാണെന്നാണ് വയ്പ്പ്. എല്ലാവർക്കും ആദർശം ഉണ്ടാവണമെന്നില്ല. അവനങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി. അപ്പം ഈ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുക, നടുകടല ചാടുന്നത്. കോൺഗ്രസ്സിലുള്ളവർക്ക് ഈ സീറ്റും ഇല്ല, ഒന്നുമില്ല. അതിനെന്താ, ആർക്കും എവിടെയും മത്സരിച്ചുകൂടി? തലയ്ക്ക് വെളിവും 10-21 വയസ്സും കഴിഞ്ഞാൽ ആർക്കും ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാം. ആരും തടയാൻ നോക്കൂ? ആർക്കും നോമിനേഷൻ കൊടുക്കാൻ മത്സരിക്കാം. ബാലഗോപാൽ 100% വിജയിച്ചിരിക്കുമല്ലോ. കഴിഞ്ഞ വർഷത്തേക്കാളും ഭൂരിപക്ഷത്തിൽ ജയിക്കും. കഴിഞ്ഞ വർഷം അദ്ദേഹം ജയിച്ചതിന് 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ഇപ്രാവശ്യം എൻ്റെ ഡബിൾ ഭൂരിപക്ഷത്തിൽ ബാലഗോപാൽ ജയിക്കും. ബാലഗോപാൽ ഒരുപാട് വികസന പ്രവർത്തനം, ഞാൻ കൊട്ടാരക്കര ജനിച്ച് വളർന്ന ആളാണ്, ഒരുപിടി വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മേഖലയിൽ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് പത്തനാപുരത്തും അദ്ദേഹം ഒരുപാട് വികസനത്തിന് സഹായിച്ചിട്ടുണ്ട്. നല്ലൊരു ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരള ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ബഡ്ജറ്റാണ് ഇത്തവണ അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റ്. എല്ലാം നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ അറിയാലോ, അതിന് കുറ്റം പറയാനൊന്നുമില്ല.
നല്ല ബഡ്ജറ്റാണ്, വളരെ നല്ല ബഡ്ജറ്റാണ്.